നമ്മളൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങളൊരു അനുഭവത്തിൽ നിന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഹായ്, ഞങ്ങൾ 3 പേരും സുഹൃത്തുക്കളാണ്. തിരൂർ എസിലായിരുന്നു പഠിച്ചിരുന്നത്. തിരൂർ എസിൽ വെച്ചിട്ടാണ് 3 പേരും പരിചയപ്പെടുന്നത്. ഇപ്പോൾ CPO ആയിട്ട് MSPയിൽ അഡ്വൈസ് ലഭിച്ച് ജോലിക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ പേര് മുഹമ്മദ് തൻസീഹ്. ഞാൻ തിരുരങ്ങാടി തെന്നല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ഭരത്. ഞാൻ തിരൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് രാകേഷ്. ഞാൻ കോട്ടയ്ക്കിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ കസിന് ഇങ്ങനെ LP സ്കൂളിൽ അങ്ങനെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും എൻ്റെ അമ്മയും പറഞ്ഞിട്ടാണ് ഈ PSC എന്ന ഫീൽഡിലേക്ക് വരാൻ തുടങ്ങിയത്. ഞാൻ ആദ്യം ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഒരു കോഴ്സിന് പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോഴാണ് അവിടെ തിരൂർ ഐസിൽ CPOൻ്റെ ഒരു ബാച്ച് ഞങ്ങൾ ചെന്ന ടൈമിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പഠിത്തം കണ്ട് പിന്നെ അതിലേക്ക് CPO എന്ന ആ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാം എന്ന് വിചാരിച്ചിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനുവേണ്ടി പഠിച്ചു. ഹായ്, ഞങ്ങൾ 3 പേരും സുഹൃത്തുക്കളാണ്. തിരൂർ എസിലായിരുന്നു പഠിച്ചിരുന്നത്. തിരൂർ എസിൽ വെച്ചിട്ടാണ് 3 പേരും പരിചയപ്പെടുന്നതും. CPO എക്സാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പഠനം ആരംഭിച്ചത്. ഇപ്പോൾ CPO ആയിട്ട് MSPയിൽ അഡ്വൈസ് ലഭിച്ച് ജോലിക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ 3 പഠിച്ചതെല്ലാം ഒരുമിച്ചായിരുന്നു. ഒരുമിച്ച് ഒരേ എക്സാമിന് എഴുതി അങ്ങനെ ഒരുമിച്ച് കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എക്സാം ഒരുമിച്ച് എഴുതാൻ പറ്റി. അതേപോലെ അഡ്വൈസ് ഒരുമിച്ച് ലഭിച്ചു. ഇനിയിപ്പോൾ ട്രെയിനിങ്ങും നമ്മൾ ഒരുമിച്ചാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരുമിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിന്. 2 വർഷത്തോളമാണ് ഞങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ളത്. ഈ സമയം മുഴുവൻ ഞങ്ങൾ എയ്സിൻ്റെ റീഡിംഗ് റൂമിലായിരുന്നു ചിലവഴിച്ചിരുന്നത്. ഈ 2 വർഷക്കാലത്തിനിടയിലുള്ള ഒരുപാട് ഫാമിലി പ്രോഗ്രാംസും മറ്റും ഞങ്ങൾ ഈ എക്സാമിന് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഈ അഡ്വൈസ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. പോളി കഴിഞ്ഞ് ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ ഞാൻ ചെയ്ത ജോലിക്ക് അനുസരിച്ചുള്ള ശമ്പളമല്ലായിരുന്നു ലഭിച്ചിരുന്നത്. അവിടെ നിന്നാണ് എനിക്ക് ഒരു സ്ഥിരവരുമാനമുള്ള ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നതും PSC പഠനം ഞാൻ ആരംഭിച്ചതും. ഞാൻ എൻ്റെ +2 പഠനം കഴിഞ്ഞ ഉടനെ തന്നെ PSC എന്ന് പറഞ്ഞ മേഖലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ പോലീസ് ആണെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കാരണമാണ് +2 കഴിഞ്ഞ ഉടനെ PSC പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അതായത് 18 വയസ്സ് ആയ സമയത്ത് തന്നെ PSC രജിസ്റ്റർ ചെയ്ത് പഠനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഒരു കാര്യക്ഷമമായിട്ടുള്ള പഠനം അല്ലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അന്ന് ഡിഗ്രിയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ആയതുകൊണ്ട് കാര്യക്ഷമമായിട്ടല്ലായിരുന്നു പഠനം പോയിരുന്നത്. പിന്നെ ആ സമയത്താണെങ്കിൽ കൊറോണ വന്ന് കാര്യമായിട്ട് എക്സാമുകളൊന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠനവും കാര്യക്ഷമമല്ലായിരുന്നു. പിന്നെ ഡിഗ്രി കഴിയാൻ സമയത്താണ് CPOയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതും പഠനം കാര്യമായിട്ട് ഇരിക്കുന്നതും. 18 വയസ്സായ സമയം തന്നെ PSC രജിസ്റ്റർ ചെയ്ത അതേ സമയത്ത് തന്നെ എയ്സിൽ അഡ്മിഷൻ എടുത്തായിരുന്നു. തിരൂർ എയ്സിലായിരുന്നു പഠനം. ഡിഗ്രി പഠിക്കുന്നതിന് കൂടെ തന്നെ ആയിരുന്നു PSCയുടെ പഠനം മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയ സമയത്താണ് CPO അടക്കമുള്ള എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഡിഗ്രി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് PSC പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങായിരുന്നു. അങ്ങനെ വീണ്ടും എയ്സിൽ വന്ന് എയ്സിൻ്റെ റീഡിംഗ് റൂമിലായിരുന്നു പിന്നീടുള്ള ഏകദേശം ഒരു 2 വർഷത്തോളം പഠനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ എയ്സിൽ ജോയിൻ ചെയ്തത് ജനറൽ PSC ബാച്ചിലായിരുന്നു. അവിടെ നിന്നാണ് സുഹൃത്തുക്കളുമായി കൂടി ചേർന്ന് ഞങ്ങൾ CPOയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഞങ്ങൾ കൂടുതലും കമ്പൈൻ സ്റ്റഡിയാണ് നടത്തിയിരുന്നത്. രാവിലെ ഒരു 9 മണിക്ക് എയ്സിലെത്തിയതിന് ശേഷം ഒരു രാത്രി 9 മണി വരെ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. PSC പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്കൊരു ഗവൺമെൻറ് സർവീസിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. 20 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ജോലിക്ക് കയറണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ ആ സമയത്ത് കൊറോണയൊക്കെ വന്ന് 2 വർഷം അങ്ങനെ പോയി. പിന്നെ അതിന് ശേഷമായിരുന്നു ഈ CPOയുടെ നോട്ടിഫിക്കേഷനും അതുപോലെ IRBയുടെ നോട്ടിഫിക്കേഷനും എല്ലാം വരുന്നത്. പിന്നെ അങ്ങനെ ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അങ്ങനെയാണ് എയ്സിൻ്റെ റീഡിംഗ് റൂമിലായിരുന്നു അന്നത്തെ പഠനം നടന്നിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും അതുപോലെ അവിടുത്തെ അധ്യാപകരും അങ്ങനെ അവരുടെ ക്ലാസ്സും എല്ലാം കൊണ്ടാണ് ഇതുവരെ എത്തിയത്. ആ 2 വർഷക്കാലം ബാക്കി എല്ലാ പരിപാടികളും മാറ്റിവെച്ച് കാര്യക്ഷമമായിട്ടിരുന്ന് പഠിച്ചു കാരണം ഒരു 21 വയസ്സായപ്പോഴേക്ക് 3 റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിക്കാൻ സാധിച്ചു. CPO അടക്കം IRB റെഗുലർ വിങ്, IRB കമാൻഡോ വിങ്, അങ്ങനെ 3 റാങ്ക് ലിസ്റ്റുകളിൽ ഒരു 21 വയസ്സായപ്പോഴേക്ക് ഇടം പിടിക്കാൻ സാധിച്ചു. പിന്നെ ഇപ്പോൾ നിലവിൽ സിവിൽ പോലീസ് ഓഫീസറായിട്ട് MSPയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു ജോലിക്ക് അഡ്വൈസ് ലഭിച്ചെന്ന് വെച്ച് നമ്മൾ പഠനം ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല. വീണ്ടും അതിന് മുകളിലുള്ള പോസ്റ്റിലേക്ക് നന്നായിട്ടിരുന്ന് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. PSCക്ക് വേണ്ടിയിട്ടാണ്, ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെന്ന് പുറത്തുള്ള ആൾക്കാരോട് പറയുന്ന സമയത്ത് അപ്പോഴെല്ലാവർക്ക് ഒരു സംശയത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പുച്ഛത്തോടു കൂടിയിട്ടുള്ള ചോദ്യമായിരുന്നു,
ഗവൺമെൻറ് ജോലിയെല്ലാം കിട്ടുമോ എന്ന് ഒരു സംശയത്തോടെയായിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസായിട്ട് നിലവിൽ അഡ്വൈസ് ലഭിച്ചപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ അവരുടെ മനോഭാവം തന്നെ മാറി. നമ്മളോടുള്ള അന്നുണ്ടായിരുന്ന ഒരു മനോഭാവം അല്ല ഇപ്പോൾ നിലവിൽ നമ്മളൊരു പോലീസുകാരനായി എന്നറിഞ്ഞ സമയത്ത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പുതുതായിട്ട് PSC വരുന്ന അല്ലെങ്കിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മൾ ബാക്കിയുള്ളവർ എന്ത് പറയുന്നത് നമ്മൾ ഒരിക്കലും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കുന്നത് കാര്യമായിട്ടാണ്. എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. നമ്മൾ നന്നായി കഷ്ടപ്പെട്ടാൽ തന്നെ ഒന്നിലധികം ലിസ്റ്റുകളിൽ നമുക്ക് പെട്ടെന്ന് വിചാരിച്ചതിലും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്നതാണ്. ഞാൻ ആദ്യം വന്നത് CPO ലിസ്റ്റിലാണെങ്കിലും പിന്നെ CPO ഡ്രൈവറിൻ്റെ ലിസ്റ്റിലും വന്നിരുന്നു. പക്ഷേ എനിക്ക് താല്പര്യം CPO ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തിരഞ്ഞെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഠിനമായി പ്രയത്നിച്ചാൽ നമ്മൾ വിചാരിച്ചതായിട്ട് ഒന്നുമില്ല, പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക, നമുക്ക് എത്രയും പെട്ടെന്ന് വർഷങ്ങൾ പാഴാക്കാതെ അങ്ങനെ എത്തിച്ചേരാൻ പറ്റുന്നതാണ്.